ഹായ് എവ്രി വൺ, എല്ലാവർക്കും സുഖമാണോ? വെൽക്കം ടു അവർ ചാനൽ ഗ്രോ വിത്ത് അലീഷ. സോ ഇന്ന് എനിക്ക് സെൽഫ് ലവിനെ കുറിച്ച് സംസാരിക്കണം എന്ന് തോന്നി. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ? നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മറന്നു പോകുന്ന ഒരാളാണ് നമ്മളെന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കാത്തതും ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നതും നമ്മളെ തന്നെ ആയിരിക്കും. മിക്കവരുടെ ലൈഫിലും നമ്മളെ മറന്നു പോയിട്ടില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. ഒന്ന് പോസ് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ ലൈഫിൽ ലാസ്റ്റായിട്ട് നിങ്ങളുടെ കൂടെ ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ, ഫോണില്ലാതെ നിങ്ങളുടെ കൂടെ ഇരുന്നത് എപ്പോഴാണെന്ന് ഓർക്കുന്നുണ്ടോ? കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാതെ, കളിയാക്കാതെ, നിങ്ങളുടെ കണ്ണിൽ നോക്കിയിട്ട് നീ അടിപൊളിയാണ്, നീ ബ്യൂട്ടിഫുൾ ആണ്, ഐ ലവ് യു എന്ന് നിങ്ങളുടെ കണ്ണിൽ നോക്കിയിട്ട് നിങ്ങളോട് പറഞ്ഞിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? അങ്ങനെയൊന്നും നിങ്ങൾ പറയാനൊന്നും തുടങ്ങിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കാനൊന്നും തുടങ്ങിയിട്ടില്ലെങ്കിൽ സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെ സ്നേഹിക്കാനുള്ള ടൈമായി. നമ്മളെ സ്നേഹിച്ചിട്ടില്ല എന്നാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി നമ്മളാണ്. അപ്പം നമ്മളോട് ചോദിക്കണം, ആർ യു ഓക്കെ, ആർ യു ഹാപ്പി, നിനക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നോ അതുപോലെ നമ്മളെ ട്രീറ്റ് ചെയ്യണം. നമ്മൾ ആദ്യം നമ്മുടെ കപ്പ് ഫില്ല് ചെയ്യണം, എന്നിട്ട് വേണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ. നമ്മൾ എപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ ലൈഫിൽ ഒരു പോയിന്റ് വരെ എനിക്ക് ഭയങ്കരമായിട്ടൊരു മിസ്സിങ്, ഭയങ്കര ഒരു സങ്കടം അങ്ങനെയൊക്കെ ഫീൽ ചെയ്യായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ മെൻറ്ററിൻ്റെ അടുത്ത് ഇതൊക്കെ ഷെയർ ചെയ്തപ്പോൾ ആൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നീ നിന്നെ സ്നേഹിക്കാറുണ്ടോ, നീ നിൻ്റെ കൂടെ ഇരിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സ്റ്റക്കായിപ്പോയി. കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല. പിന്നെ എൻ്റെ ലൈഫിൽ ഞാൻ പുതിയതായിട്ട് കൊണ്ടുവന്നൊരു ശീലമായിരുന്നു, ജസ്റ്റ് കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് ജസ്റ്റ് എൻ്റെ കണ്ണിൽ നോക്കിയിട്ട് ഐ ലവ് യു എന്ന് പറയുക, എന്നെ സെൽഫായിട്ട് ഇങ്ങനെ ഹഗ് ചെയ്യുക എന്നുള്ളത്, എന്നോട് നല്ല രീതിയിൽ സംസാരിക്കുക, ഞാൻ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുക, എന്നെ ചെറിയ രീതിയിൽ കെയർ ചെയ്യാനൊക്കെ തുടങ്ങിയ സമയത്ത് എൻ്റെ ലൈഫിൽ ഒരുപാട് നല്ല ചേഞ്ചസ് വരാൻ തുടങ്ങിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയത്. പിന്നെ ഞാൻ ജസ്റ്റ് എന്നെ ഒന്ന് ഒബ്സർവ് ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ അടുത്ത് കൈൻഡായിട്ടൊക്കെ ബിഹേവ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ ലൈഫിൽ ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ കഴിവുകളൊക്കെ കുറേ കൂടെ കൂടാൻ തുടങ്ങി. ഞാൻ നന്നായിട്ട് കുറച്ചും കൂടെ ഒരു ഭയങ്കര ലൈറ്റായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് ആദ്യമൊക്കെ ഞാൻ കണ്ണാടി നോക്കിയിട്ട് എൻ്റെ മുഖത്ത് ഇട്ട് ഐ ലവ് യു ഒക്കെ പറയുമ്പോൾ ഭയങ്കര റോബോട്ടിക്കായിട്ട് ഫീൽ ചെയ്ത് എനിക്ക് ഭയങ്കര അയ്യോ ഇതെന്താണ് ഞാൻ ഈ ചെയ്യുന്നതെന്നൊക്കെ ഫീൽ ചെയ്തു. എനിക്കൊരു സ്ട്രേഞ്ചറിനെ പോലെയായിരുന്നു ഞാൻ. എനിക്ക് ജസ്റ്റ് എന്നെ നോക്കിയിരിക്കുന്ന സമയത്ത് ഒന്നും പറയാൻ പറ്റുന്നില്ല. അതായത് കുറേ കാലത്തിന് ശേഷം പണ്ട് നമുക്ക് അറിയുന്ന ഒരാൾ, ആ ആളെ നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം കാണും. അപ്പം നമുക്കൊരു ഓക്വേർഡ് ഒക്കെ ഉണ്ടാവില്ല, എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല. അതുമാതിരിയായിരുന്നു എനിക്ക് പക്ഷെ ഞാൻ എന്നെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ, എന്നെ ഞാൻ എങ്ങനെയാണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയ സമയം മുതൽ എൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഞാൻ എപ്പോഴും എന്നെ ഭയങ്കര ഹാഷായിട്ട് ക്രിട്ടിസൈസ് ചെയ്യായിരുന്നു. ആ സാധനം പതുക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ, ഓക്കെ അലീഷ നീ ഇത് ചെയ്താൽ നന്നായിട്ടുണ്ട്, നീ അടിപൊളിയാണ്, ഞാൻ എന്നോട് കുഞ്ഞു ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്ത് തുടങ്ങി. എന്നെ സ്നേഹിച്ച സമയത്ത് എൻ്റെ ലൈഫിൽ ഒരുപാട് നല്ല മാറ്റങ്ങളാണ് വന്നത്. അത്രയും കാലം ആ ഒരു മിസ്സിങ്, എനിക്ക് ആരും ഇല്ല അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ളൊരു സാധനമൊക്കെ മാറിയിട്ട് എനിക്ക് ഞാനുണ്ട്, എനിക്ക് എന്നെ ഇഷ്ടമാണ്. ലൈഫിനോടൊക്കെ ഒരു വെറുപ്പായിരുന്നു ഒരു പോയിന്റ് വരെ. പക്ഷെ അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ എനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ്. എനിക്ക് ഈ വീഡിയോ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു 4-5 വർഷം എൻ്റെ മനസ്സിലുള്ളൊരു കാര്യമായിരുന്നു ഇത്. പക്ഷെ ഇത് ചെയ്യാനുള്ള ധൈര്യമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എന്നോട് കണ്ണാടി നോക്കി, എൻ്റെ കണ്ണിൽ നോക്കി എന്നോട് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ, എനിക്ക് ടൈം കൊടുക്കാൻ തുടങ്ങിയ സമയം മുതൽ എൻ്റെ ലൈഫ് മാറി തുടങ്ങി. ഞാനുമായിട്ട് എൻ്റെ ഒരു റിലേഷൻഷിപ്പ് ബെറ്ററായി. ഞാനിന്ന് ഒരുപാട് സംസാരിച്ചു, കുറേ വലിച്ചു നീട്ടി സംസാരിച്ചിട്ടുണ്ടാവും. ജസ്റ്റ് എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കൂടെ ഇരിക്കുക, നിങ്ങളെ സ്നേഹിക്കുക. ജസ്റ്റ് കണ്ണാടി നോക്കി ഒന്ന് ഐ ലവ് യു ഒക്കെ പറയാമെന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കേ, മാജിക് സംഭവിക്കും ലൈഫിൽ. ഇതൊക്കെ ഭയങ്കര കോമഡി ആയിട്ട് തോന്നാം. ഇത് പിന്നെ എല്ലാ ദിവസവും ഞാൻ എൻ്റെ കണ്ണാടി നോക്കിയിട്ട് ഐ ലവ് യു പറഞ്ഞാൽ എൻ്റെ ലൈഫ് മാറി, ഇവളെന്താ പൊട്ടിയൊന്നല്ല. നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. നിങ്ങളൊരു 3 മാസം ജസ്റ്റ് രാവിലെ എണീക്കുക, നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാതെ നിങ്ങളോട് ഐ ലവ് യു എന്ന് പറഞ്ഞു നോക്കിക്കേ.
നിങ്ങളുടെ കൂടെ നിങ്ങൾ ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും ജസ്റ്റ് ഒന്ന് ടൈം സ്പെൻഡ് ചെയ്ത് നോക്കിക്കേ. ഒന്ന് പോസിറ്റീവായിട്ട് കുറ്റപ്പെടുത്താതെ ഒന്ന് സംസാരിച്ച് നോക്കിക്കേ. ലൈഫിൽ ചേഞ്ചസ് വരും, മാജിക് നടക്കും. ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതിരുന്ന ഒരു പേഴ്സണാണ് ഞാൻ. ഒട്ടും സെൽഫ് ലവ് ഉണ്ടായിരുന്നില്ല, എൻ്റെ ബോഡീനെ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എന്നെ ഒരിക്കലും ഞാൻ നല്ല രീതിയിൽ ഒരിക്കലും എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ, എന്നെ സ്നേഹിച്ച് തുടങ്ങിയപ്പോൾ എൻ്റെ ലൈഫിൽ നല്ല നല്ല കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഞാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബെറ്റർ ആവുന്ന സമയത്ത് എനിക്ക് മറ്റുള്ളവരെയും കുറച്ചും കൂടെ നന്നായി സ്നേഹിക്കാൻ തുടങ്ങി. എനിക്ക് ഫിയർ ഉണ്ടായിരുന്ന കാര്യങ്ങൾ, ഞാൻ ഇതൊന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി. ന്യൂ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു. എനിക്കിങ്ങനെ പബ്ലിക്കായിട്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ള കാര്യമാണ്. എൻ്റെ വീഡിയോയ്ക്ക് ക്വാളിറ്റി ഇല്ല, എനിക്ക് ഭംഗിയില്ല, ആൾക്കാർ എന്നെ കളിയാക്കും, ഞാൻ എന്താ പറയുക, ഞാൻ പറയുന്ന ആരെ കേൾക്കുക, ഒരുപാട് നെഗറ്റീവ് ബിലീഫ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്നെ അംഗീകരിച്ച് എന്നെ സ്നേഹിച്ച് തുടങ്ങിയ സമയം മുതൽ എനിക്കൊരു ധൈര്യം വരാൻ തുടങ്ങി. നീ ചെയ്യ്, എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യം, നീ ചെയ്യ്, നന്നായിക്കോളും, കുഴപ്പമില്ല. ആദ്യം തുടങ്ങുക, എന്നിട്ട് അത് നന്നാക്കുക. അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ നിങ്ങളുടെ കൂടെ ഇരിക്കണം, നിങ്ങളെ കേൾക്കണം, നിങ്ങളെ സ്നേഹിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി നിങ്ങളാണ്, അത് മറക്കരുത്. അപ്പോൾ എൻ്റെ ലൈഫിൽ നിന്നുള്ളൊരു എക്സ്പീരിയൻസ് ഇതാണ്. 1 വർഷം മുന്നേ വരെ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെ പേടിയുള്ള ഒരാളായിരുന്നു ഞാൻ. ഇങ്ങനെയുള്ള പ്രാക്ടീസുകളൊക്കെ ഒന്ന് തുടങ്ങി എന്നെ ഒന്ന് കെയർ ചെയ്ത് തുടങ്ങിയ സമയം മുതൽ എൻ്റെ ലൈഫിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സ്റ്റിൽ ഞാൻ എന്നെ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് എൻ്റെ ഒരു ഡ്രീമിലേക്കുള്ള എൻ്റെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായിട്ടുള്ളൂ ഞാൻ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വന്നിട്ട്. സോ നിങ്ങളിപ്പോൾ ഏത് പ്രായത്തിലുള്ള ആളാണെങ്കിലും, എവിടെ നിന്നാണെങ്കിലും, എങ്ങനെയുള്ള സിറ്റുവേഷനിൽ പോകുന്നവരാണെങ്കിലും അതെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് കടന്നു പോകാൻ പറ്റും. ഈ ലോകത്ത് നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടാലും നമുക്ക് നമ്മളുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. സോ നിങ്ങളായിട്ടൊരു സ്ട്രോങ് ആയിട്ടൊരു റിലേഷൻഷിപ്പ് ഒന്ന് ഉണ്ടാക്കി വെക്കുക. നിങ്ങളൊന്ന് സ്നേഹിച്ച് വെക്കുക. നിങ്ങളൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്ത് നോക്കൂ. നമ്മളെപ്പോഴും നമ്മളെ വളരെ ചെറുതാക്കി, നമ്മൾ അത്ര പോരാന്നാണ് കാണാം അല്ലേ? ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നിട്ടുണ്ട്, നിങ്ങൾ അതൊക്കെ എത്ര സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്തു? നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ നിങ്ങൾ അതൊക്കെ ചെയ്യാൻ പറ്റുന്നു? ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും, നിങ്ങൾക്ക് പേടിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടില്ലേ? നിങ്ങളതൊക്കെ ഓവർകം ചെയ്ത് വന്നിട്ടില്ലേ? ഒരുപാട് ഇഷ്യൂസ്, അതൊക്കെ വലിയ കാര്യമാണ്. നിങ്ങൾ ഓൾറെഡി ഒരു വിന്നറാണ്. നിങ്ങൾ അക്നോളജ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ബ്രേവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. നിങ്ങൾക്ക് വാല്യൂ ഉണ്ട്. നമ്മളെ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ മറന്നു പോകുന്ന കാര്യമാണ് നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യുക, നമ്മളെ സ്നേഹിക്കുക, നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാന്ന്. നമ്മുടെ ഉള്ളിൽ എംപ്റ്റി ആണെങ്കിൽ നമുക്കൊരിക്കലും ആ എംപ്റ്റി ആയിട്ടുള്ള സ്ഥലത്തുനിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ആദ്യം നമ്മുടെ കപ്പ് ഫില്ല് ചെയ്യുക, നമ്മുടെ ടൈം കൊടുക്കുക, നമ്മളെ സ്നേഹിക്കുക, നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുക, നമ്മുടെ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യുക. പതുക്കെ നമുക്ക് പേടിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുക, ധൈര്യം കൊടുക്കുക നമുക്ക് നമ്മൾ തന്നെ. നമ്മൾ ചെയ്തു നോക്ക്, നന്നായി വരും. ഈ ലോകത്ത് നമ്മൾ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മളുമായിട്ട് നല്ലൊരു സ്ട്രോങ് ബോണ്ട് ഉണ്ടാകുന്ന സമയത്ത് ചുറ്റുമുള്ളവരായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആവും. നമ്മളെ കൂടുതൽ മനസ്സിലാവുന്ന സമയത്ത് നമ്മുടെ ലൈഫ് കുറേ കൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇന്ന് ഞാൻ കുറേ സംസാരിച്ചു, ജസ്റ്റ് എൻ്റെ ഒരു തോട്ട് ഷെയർ ചെയ്തതാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്.